അച്ഛന്റെ സർക്കാർ ജോലിയും സ്വത്തുക്കളും തനിക്ക് ലഭിക്കാൻ രോഗശയ്യയിലായ അദ്ദേഹത്തെ ഫീഡിംഗ് ട്യൂബ് മാറ്റി കൊലപ്പെടുത്തുന്നു. എന്നാൽ ആ ആശ്രിത നിയമനം ലഭിച്ചത് സ്വന്തം മാതാവിനായതിനാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു വാടക കൊലയാളിയെ ഉപയോഗിച്ച് അവരെയും വകവരുത്തുന്നു. സിനിമകളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള 2 കൊലപാതകങ്ങൾ. എല്ലാത്തിൻ്റെയും പിന്നിൽ നിയമവിദ്യാർത്ഥിനിയായ 23 വയസ്സുകാരി മകൾ ആയുഷി ശർമ്മ. ജയ്പൂരിലെ പ്രതാപ് നഗറിൽ നടന്ന ഈ ക്രൂരകൃത്യത്തിൽ അറസ്റ്റിലായ 23-കാരിയും LLB വിദ്യാർത്ഥിനിയുമായ ആയുഷി ശർമ്മ സ്വന്തം പിതാവിനെയും കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവുമായി ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മരിച്ച പിതാവ് വിജയ് ശർമ്മയുടെ മരണത്തിലും കടുത്ത അസ്വാഭാവികതയുണ്ടെന്നും ഇതിനു പിന്നിലും ആയുഷിയുടെ പങ്കുണ്ടാകാമെന്നുമാണ് മാതൃ സഹോദരൻ രാകേഷ് ശർമ്മ ആരോപിക്കുന്നത്. ബന്ധുവായ രവി എന്ന് വിളിക്കുന്ന ബൽറാമിന്റെ സഹായത്തോടെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ആയുഷി അമ്മ നീരജ് ശർമ്മയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ ആയുഷി ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതികളിൽ ഒരാളായ ബൽറാം നിലവിൽ ഒളിവിലാണ്. ലോവർ ഡിവിഷൻ ക്ലർക്കായിരുന്ന നീരജ് ശർമ്മയെ ജൂലൈ 3-ന് ജയ്പൂരിലെ പ്രതാപ് നഗറിൽ വെച്ച് ഒരു സ്കോർപിയോ SUV ഇടിപ്പിച്ചത് കൊലപാതകത്തെ റോഡ് അപകടമായി ചിത്രീകരിക്കാനായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരണപ്പെട്ട മാതാവ് നീരജ് ശർമ്മയുടെ സഹോദരനും ആയുഷിയുടെ അമ്മാവനുമായ രാകേഷിന്റെ ആരോപണങ്ങൾ അനുസരിച്ച് 2025-ൽ വിജയ് ശർമ്മ മരിച്ചത് സ്വാഭാവികമായ കാരണങ്ങളാലല്ല. തന്റെ സഹോദരി ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രാകേഷ് പോലീസിനെയും കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. സ്കോർപിയോ SUV ഇടിച്ച് സാധാരണഗതിയിലുണ്ടായ ഒരു അപകടമെന്നായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കുടുംബസ്വത്തും ആശ്രിത നിയമനത്തിലൂടെയുള്ള സർക്കാർ ജോലിയുമൊപ്പം കുടുംബത്തിന്റെ നിയന്ത്രണവും തട്ടിയെടുക്കാൻ ആയുഷി തന്നെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അസുഖബാധിതനായിരുന്ന വിജയ് ശർമ്മയെ ചികിത്സ നിഷേധിച്ചും മറ്റ് ക്രൂരതകളിലൂടെയും ആയുഷി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് രാകേഷിന്റെ ആരോപണം. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ കോർട്ട് മാസ്റ്ററായിരുന്നു നീരജ് ശർമ്മയുടെ ഭർത്താവും ആയുഷിയുടെ അച്ഛനുമായ വിജയ് ശർമ്മ. 2024-ൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വിജയ് ചികിത്സയിലായിരുന്നു. എങ്കിലും അദ്ദേഹം പയ്യെ സുഖം പ്രാപിച്ചു വരികയായിരുന്നുവെന്ന് രാകേഷ് പറയുന്നു. എന്നാൽ ആയുഷി അദ്ദേഹത്തിന് ശരിയായ ചികിത്സ ലഭിക്കുന്നത് തടഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പരാതി പ്രകാരം മെച്ചപ്പെട്ട ചികിത്സ നൽകാമെന്ന് പറഞ്ഞാണ് ആയുഷിയും ബൽറാമും ചേർന്ന് വിജയെ വീട്ടിൽ നിന്നും കൊണ്ടുപോയത്. ഏകദേശം 3 മാസത്തോളം അദ്ദേഹം എവിടെയാണെന്ന വിവരം ആയുഷി കുടുംബത്തിൽ നിന്ന് അവർ മറച്ചുവെച്ചുവെന്ന് രാകേഷ് ആരോപിക്കുന്നു. രഹസ്യ കേന്ദ്രത്തിലായിരുന്ന വിജയെ 2025 ഏപ്രിലാണ് ജയ്പൂരിലെ നിവിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ആയുഷി കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ 90% ഗുരുതരമായി തകരാറിലായി എന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് രാകേഷ് പറയുന്നുണ്ട്. തുടർന്ന് ആയുഷി അദ്ദേഹത്തെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. വിജയുടെ അന്ത്യകർമ്മങ്ങൾ ആയുഷിയും ബൽറാമും ചേർന്ന് അവരുടെ ഗ്രാമത്തിൽ വെച്ചാണ് നടത്തിയതെന്നും രാകേഷ് ആരോപിക്കുന്നു. അച്ഛൻ മരിച്ചയുടനെ അദ്ദേഹത്തിന്റെ സർക്കാർ ജോലിക്കായി താൻ അപേക്ഷിക്കുമെന്നും പെട്ടെന്ന് തന്നെ കുടുംബസ്വത്തുക്കൾ തന്റെ പേരിലേക്ക് മാറ്റണമെന്നും ആയുഷി നിർബന്ധിച്ചതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. ആയുഷിയും അമ്മയും തമ്മിൽ വർഷങ്ങളായി വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഭിന്നശേഷിക്കാരനായ സഹോദരനോട് മാതാവ് നീരജ് ശർമ്മ കൂടുതൽ സ്നേഹവും പരിഗണനയും കാണിച്ചിരുന്നുവെന്ന തോന്നലും കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശദമായ ചോദ്യം ചെയ്യലിൽ സർക്കാർ ജോലിയും സ്വത്തുക്കളും ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതിയായ ആയുഷി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ആയുഷിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. അവസാന വർഷ LLB വിദ്യാർത്ഥിനിയായ ആയുഷിക്ക് നിയമപരമായ അറിവുണ്ടെന്നും അവൾ കാര്യങ്ങൾ അതീവ കൃത്യതയോടെ കണക്ക് കൂട്ടുന്ന സ്വഭാവക്കാരിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. അവളെ ചോദ്യം ചെയ്യുന്നതിൽ മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബൽറാം ഇപ്പോഴും ഒളിവിലാണെന്നും അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രഞ്ജിത ശർമ്മ പറഞ്ഞു. വിജയ് ശർമ്മയുടെ മരണത്തെക്കുറിച്ച് നീരജ് ശർമ്മയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ പുതിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് വിജയ് ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയോ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. എന്തായാലും സ്വത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയും അച്ഛനെയും അമ്മയെയും കൊന്നിട്ടാണെങ്കിലും
ഒരു സർക്കാർ ജോലി നേടണമെന്നുള്ള ചിന്തയുമാണ് ആ 23 വയസ്സുകാരിയെ കൊണ്ട് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യിപ്പിച്ചത്. അതും പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിൽ ചെയ്തതുമല്ല, വളരെ ആസൂത്രിതമായി ആലോചിച്ചുറപ്പിച്ച് ചെയ്ത 2 കൊലപാതകങ്ങൾ. അന്വേഷണത്തിൽ അച്ഛൻ്റെ മരണത്തിലും ഈ മകൾക്ക് പങ്കുണ്ടെങ്കിൽ കൃത്യമായ കഠിനമായ ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കേണ്ടതുണ്ട്. അല്ലാതെ പ്രായത്തിൻ്റെ പരിഗണന പോലും കോടതി ഈ ദുഷ്ടയായ മകൾക്ക് നൽകേണ്ടതില്ല എന്ന് തന്നെയാകും ഈ സംഭവത്തെപ്പറ്റി അറിയുന്ന ഓരോ ആൾക്കും പറയാനുണ്ടാവുക.